ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയ ആളാണ്. ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ആയ ആളാണ്. മൂപ്പര് അനുഭവിച്ചേ പറ്റൂ. ആ ഒരു ടൈമാണല്ലോ, ആ ഒരു മൂഡാണല്ലോ, ഓണം മൂഡാണല്ലോ. നെയ്യ് ഒഴിച്ച് ചോറ് കഴിക്കുന്നത് നന്നായി നെയ്യിട്ട് കഴിക്കും, ഒരു ഉരുള നെയ്യിട്ടിട്ട് കഴിക്കും. മമ്മൂക്ക എന്ന് പറഞ്ഞാല് ആദ്യത്തെ റൊമാൻറ്റിക് ഹീറോ. നമുക്ക് ഓരോ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് 5 സ്റ്റാർ വേണം. അപ്പൊ 5 സ്റ്റാർ മൂപ്പര് മറ്റേ ഒരു പാക്കറ്റ് 5 റുപ്പീസിന്റെ 5 സ്റ്റാർ ഉണ്ടായിരുന്നു അന്ന്, അത് തരും, ഞാൻ ഡയലോഗ് പറയും. നല്ല പേരുകൾ കിട്ടി, മൊട്ടക്കള്ളി. അവളെ സംബന്ധിച്ച് അവളുടെ അമ്മ ഒരു സൂപ്പർ വുമനാണ്. അപ്പൊ അവളോട് എന്ത് പറഞ്ഞാലും അവൾ കേൾക്കൂല. പ്രസവിക്കുമ്പോ ഒന്നും കറേജ് ഓട്ടോമാറ്റിക്കലി വന്നു പോകും. അന്ന് ആൾക്കാർ ഇടുന്ന ഡ്രസ്സസ് എല്ലാം ഞാൻ അന്ന് ഇട്ട് കഴിഞ്ഞു. മലയാളികൾ തന്ന എനിക്കൊരു സപ്പോർട്ട്, ദാറ്റ് ഈസ് സംതിങ് വിച്ച് എത്ര നന്ദി പറഞ്ഞാലും അത് മാറ്റാൻ പറ്റില്ല. ദാറ്റ്സ് സംതിങ് ഗ്രാറ്റിഫിക്കേഷൻ. എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർ തരുന്നു. അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. സിനിമയിൽ സിനിമ രീതിയിൽ മാത്രമേ കരുതുള്ളൂ, അല്ലാതെ ആൾക്കാർ ഞാൻ ആ ക്യാരക്ടർ ഡയറക്ടർ എന്ത് പറയുന്ന അതല്ല ആർട്ടിസ്റ്റ് ചെയ്യാം. വൈ സേ നോ, വർക്ക് ആൻഡ് ഗെറ്റ് മണി. യൂട്യൂബ് എനിക്ക് യൂട്യൂബ് ഇല്ല, ഇൻസ്റ്റാഗ്രാമിൽ ആരോ പറഞ്ഞു, എനിക്ക് ഇന്ന് വരെ ഒന്നും കിട്ടിയില്ല. വെളിച്ചെണ്ണയെല്ലാം കഴിക്കണം, നമ്മൾ മലയാളികളാ. വൈ സേ നോ, ജോയ്. ഇച്ചിരി പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് അവളുടെ സ്റ്റിൽ ഫേവറേറ്റ് സോങ്. മലരൊളിയേ മന്ദാര മലരേ എന്നോമൽ കണിയേ എൻ കുഞ്ചു മലരേ. ഹലോ ആൻഡ് വെൽക്കം ടു കൈരളി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ ഓണം ദിനത്തിൽ അത്ര സുന്ദരിയായിട്ട് ഭയങ്കര പോസിറ്റീവ് ഫീലായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ശ്വേതാ മേനോനാണ്. വെൽക്കം. താങ്ക് യു. ശ്വേത ചേച്ചി കാണുമ്പോൾ കാണുമ്പോൾ തന്നെ ഓണം ഇങ്ങെത്തി എന്ന് തോന്നുക. അല്ല, ഞാനതൊരു ഫംഗ്ഷനിലായിരുന്നു. ഓണം വന്നോണ്ടിരിക്കല്ലേ, മീൻസ് ആ ഒരു ടൈമാണല്ലോ, ആ ഒരു മൂഡാണല്ലോ, ഓണം മൂഡാണല്ലോ. ആ ഒരു ഇതിൽ ഈ ഓണത്തിന് എന്തോ ഒരു ചെറിയ സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. അമ്മ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ഒരു ഓണമാണ്. ഏത് ഓണം ഉണ്ടെങ്കിലും എന്ത് നമ്മുടെ അംഗീകാരം നമ്മുടെ വീട്ടിന്റെ പുറത്ത്. ഐ ഓൾവേസ് കീപ് ദാറ്റ് വേ. ഓണം ഫോർ മീ ഈസ് ലൈക്ക് ഫാമിലി ഫംഗ്ഷൻ. അവിടെ വേറെ ഫംഗ്ഷൻസ് അങ്ങനെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വീട്ടില് സദ്യ കഴിക്കുക, ഒരുമിച്ച് ഇരുന്ന് ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ജസ്റ്റ് ഒന്ന് കുശലം പറഞ്ഞൊന്ന് ഭക്ഷണം നന്നായി ആസ്വദിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റെയർലി കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്. സോ അത് നമ്മൾ ആസ്വദിക്കണം. കിട്ടിയ ചാൻസ് അപ്പം മുതലാക്കണം. എനിക്കൊന്ന് ചേച്ചി ഒരു കുഞ്ഞി ടൈം കിട്ടിയാലും അത് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം ആണെങ്കിൽ വേസ്റ്റ് ചെയ്യില്ല. അപ്പൊ ചേച്ചിയുടെ ഒരു ഇയറിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഫേവറേറ്റ് ടൈംസ് ആണ് ഈ ഓണം, ഇങ്ങനെ സെലിബ്രേഷൻ ടൈംസ്? നോ, ജസ്റ്റ് ബീങ് അറ്റ് ഹോം. ഒരു പജാമ ഡേ ആണെങ്കിലും എന്നെ സംബന്ധിച്ച് അത് ഒരു ഫെസ്റ്റിവൽ ആണ്. ജസ്റ്റ് ടു സ്പെൻഡ് വിത്ത് യുവർ ഡിയർ ആൻഡ് നിയർ വൺസ്, അതൊരു ഭാഗ്യം എന്നാണ് ഞാൻ പറയുന്നത്. അതെ. ചേച്ചിയുടെ ചൈൽഡ്ഹുഡിലൊക്കെ എങ്ങനെയായിരുന്നു ഒരു ഓണം ഡേ? ഞാൻ ജനിച്ചും വളർന്നെല്ലാം പഞ്ചാബ്. അതെ, അതുകൊണ്ട് ഇവിടുത്തെ ഒരു ഓണം ഫീൽ ഞാൻ ഷൂട്ടിംഗ് സെറ്റിലാണ് ഇതൊക്കെ. പിന്നെ ആസ് എ സെലിബ്രിറ്റി നമ്മൾ ഓരോരോ ഫംഗ്ഷൻ ആയിട്ട് ഈ മറുനാടൻ മലയാളി ആയതുകൊണ്ട് മറുനാടൻ ഫംഗ്ഷൻസിന് പോകുമ്പോൾ അതിൻ്റെതൊരു ഒരു ആഘോഷമുണ്ട്. പക്ഷെ പണ്ടെല്ലാം ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ഹോളിഡേസ് അല്ല, നോട്ട് എ നാഷണൽ ഹോളിഡേ. അപ്പോൾ ഓണം സ്കൂളിൽ പഠിക്കുക, പിന്നെ നമ്മൾ വീട്ടിൽ അച്ഛൻ അമ്മ ഒരു നല്ല സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എല്ലാം ഒരുമിച്ച് സദ്യ കഴിക്കാം. അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ആളുകളെക്കാളും കൂടുതലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടം കൂടുതൽ മറുനാടൻ മലയാളീസ്. എല്ലാം മറുനാടൻ മലയാളീസ്, അബ്രോഡ്, ഔട്ട്സൈഡ് കേരള, എല്ലാവരും കൂടുതൽ എഫേർട്ട് എടുക്കുന്നതായിട്ട്. എഫേർട്ട് അല്ല, അത് ഭയങ്കര ഓർഗാനിക്കലി ഭയങ്കര സെലിബ്രേഷൻ. ബിക്കോസ് അവര് വർക്ക് ചെയ്യാനാണ് വീട് വിട്ടിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ആ കാര്യം എന്താ, അല്ലേ? അതെ. സോ ഇവിടെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഫെസ്റ്റിവിറ്റീസ് ഭയങ്കര കുറവ്. അത് നമ്മളും കാണാറുണ്ട്. ഇപ്പൊ നമ്മുടെ അബ്രോഡുള്ള ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഓണം തുടങ്ങി. ഇപ്പൊ തുടങ്ങിയാലും ഇനി അടുത്ത ഓണം വരെ ഓണമാണ്. അതെ, അടുത്ത ഓണം. അതെ. സദ്യയും അവർക്കാണ് അത് കുറെ കൂടെ സ്പെഷ്യൽ ആയിട്ട്. മോൾക്ക് ഇതൊക്കെ ഇഷ്ടമാണോ, എൻജോയ് ചെയ്യാൻ? മോൾക്ക് സദ്യ ഇഷ്ടമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവളുടെ സ്കൂൾ ഹോളിഡേസ് അല്ല. അപ്പോൾ നമ്മൾ അവളുടെ സ്കൂൾ വിട്ട് അവൾ വീട്ടിലെത്തുമ്പോൾ 3-3:30 ആവും. അപ്പോൾ ലഞ്ചിന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴും നമ്മൾ അവൾക്ക് വേണ്ടി പായസമോ എന്തെങ്കിലും ഒരു, ബിക്കോസ് ഓണം സദ്യ എന്ന് പറഞ്ഞാൽ ഉച്ച ഊണാണല്ലോ, നൈറ്റ് അല്ലല്ലോ. പക്ഷെ അപ്പോഴും നമ്മൾ 1-2 കറീസ് എല്ലാം വെച്ച് വൈകുന്നേരം അവളുടെ കൂടെ അത് ചെയ്യാറുണ്ട്. അതെ. നമ്മൾ സദ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ സദ്യ എന്ന് പറയുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ കറികളുണ്ട്. ചേച്ചിക്ക് ആ കൂട്ടത്തിൽ ഏറ്റവും ഫേവറേറ്റ് കറി ഏതായിരിക്കും? എനിക്ക്
ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കറികളുണ്ട്. അതിൽ ഓലൻ, തോരൻ, ബീൻസ് ആൻഡ് ക്യാരറ്റ്, പിന്നെ പുളിഞ്ചി, പിന്നെ ഉള്ളത് ഇഞ്ചിക്കറിയല്ല പുളിഞ്ചി, പിന്നെ ഉള്ളത് അവിയൽ. എല്ലാരും ഉണ്ടാക്കുന്ന അവിയൽ എനിക്ക് ഇഷ്ടമല്ല, ചെല്ല അവിയൽ മാത്രം. അത് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ. ചില ആൾക്കാർ തേങ്ങാപ്പാലും തൈരും എല്ലാം ഇട്ടിട്ടുണ്ടാക്കും, അത് ചിലപ്പോൾ കൊഴഞ്ഞു പോകും. അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ആ ഒരു പീസ് ഇങ്ങനെ കാണണം, എണ്ണ എടുക്കണം. അത് അപ്പൊ കടിച്ച്, ബിക്കോസ് എന്താ പറയാ, അവിയൽ എന്ന് പറഞ്ഞാൽ ഓരോ കഷ്ണം നമ്മൾ ആസ്വദിക്കണം. അതാണല്ലോ നമ്മളുടെ ഓണത്തിന്റെ ഏറ്റവും വലിയൊരു ഇത്. എല്ലാം ഓൾ ദ വെജിറ്റബിൾ ഷുഡ് കം അണ്ടർ വൺ തിങ്. അപ്പോൾ അത്, പിന്നെ നെയ്യ് ഒഴിച്ച് ചോറ് കഴിക്കണം, നന്നായി നെയ്യിട്ട് കഴിക്കും. ഒരു ഉരുള നെയ്യിട്ടിട്ട് കഴിക്കും. നെയ്യ് കഴിക്കണം എന്നാ ഞാൻ പറയാം. അത് നല്ലതാണോ? പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു അര ഗ്ലാസ് എങ്കിലും നെയ്യ് കുടിക്കാറുണ്ട് ഇൻ ദ ഫുൾ ഡേ. ആണോ? അര ഗ്ലാസ് നെയ്യോ? എല്ലാ ഫുഡിലും നെയ്യ് ആഡ് ചെയ്യോ? ഞാൻ നന്നായി നെയ്യ് കഴിക്കും. അപ്പൊ നമുക്ക് ഈ കൊളസ്ട്രോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവൂല? അതുകൊണ്ട് വീട്ടിൽ ഇരുന്നാലല്ലേ കൊളസ്ട്രോൾ വരുള്ളൂ. അതിന് വർക്ക്ഔട്ട് ചെയ്യും? വർക്ക്ഔട്ട് ചെയ്യണ്ട. ഐ യൂഷ്വലി ഗോ ഔട്ട് ടു ബൈ വെജിറ്റബിൾസ്, നോൺ വെജ്, എന്തുണ്ടെങ്കിലും നടന്നു പോകും. എല്ലാം വീട്ടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഒരു എക്സസൈസും ആവും, എന്നാൽ ഫ്രഷ് ആയ സാധനങ്ങൾ വാങ്ങാനും കിട്ടും. അതൊക്കെ ഒരു എക്സ്ക്യൂസ് ആണ്. അങ്ങനെ ഇപ്പം ശ്രീവത്സൻ ചേട്ടൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ചേച്ചിയുടെ ആ ഒരു എന്താ പറയാ, പ്രസിഡന്റ് ആയി ജയിച്ച സമയത്തൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സർപ്രൈസ് തന്നു. ഞാൻ തീരെ അതെ. അപ്പൊ നിങ്ങൾ ഓടി വന്ന് അത്രയും എക്സ്പ്രസീവ്. ചേച്ചി എന്താണ് ഇത്ര ഇയേഴ്സ് ആയിട്ടും ഈ ന്യൂലി വെഡ് പോലെ അത്ര എക്സ്പ്രസീവ് ആയിട്ടിരിക്കുക എന്നുള്ള എന്തെങ്കിലും ഒരു റീസൺ കാണും? ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയ ആളാണ്, ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ആയ ആളാണ്. മൂപ്പർ അനുഭവിച്ചേ പറ്റൂ. ബട്ട് നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്ക് ആളും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മളിങ്ങനെ മൂപ്പർ വഴങ്ങി തന്നു. നമ്മൾ ഇങ്ങനെ കാണുമ്പോഴും ഒരാള് ഭയങ്കര സൈലന്റ്, ഒരാളാണെങ്കിൽ നല്ല എക്സ്ട്രീം ആയിട്ട് എല്ലാം എക്സ്പ്രസീവ് ആയിട്ടുള്ള, അതല്ലേ ഓപ്പോസിറ്റ് ടോട്ടലി ഡിഫറെന്റ് പേഴ്സണാലിറ്റി. രണ്ടുപേരും മൂപ്പര് അത്ര കുറച്ച് റിസർവ്ഡ് ആണ്. കുറച്ച് ആൾക്കാരോട് കുറച്ചെങ്കിലും സംസാരിക്കുള്ളൂ. പക്ഷെ ഞാനാണെങ്കിൽ വളാന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സോ വി കോംപ്ലിമെന്റ് ഈച്ച് അതർ. അതെ. അപ്പൊ ചേച്ചി എനിക്ക് തോന്നുന്നു അങ്ങ് ഓക്കെ ആ ഒരു ക്യാരക്ടർ അത് അങ്ങനെ വിട്ടുകൊടുക്കുക, അല്ലാണ്ട് ഞാൻ സംസാരിക്കും അതുകൊണ്ട് എന്റെ പാർട്ട്ണർ സംസാരിക്കണം അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നുമില്ല. ഐ ജസ്റ്റ് എൻജോയ്. ബേസിക്കലി അങ്ങനെയാണ്. ആൻഡ് ഹി ഡസന്റ് അലൗ. മൂപ്പര് അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. മൂപ്പര് യൂഷ്വലി ഹി ലൈക്സ് മീ ടു ബി, ബിക്കോസ് ഐ തിങ്ക് he likes me for what I am, respects me for what I am. അതാണ് ചേച്ചിയുടെ ഒരു സക്സസ് അല്ലേ, അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ. മോള് അമ്മക്കുട്ടിയാണോ അച്ഛൻകുട്ടിയാണോ? അച്ഛൻകുട്ടിയാണ്. അവൾ എങ്ങനെയാണ്? കുറച്ച് ചേച്ചിയുടെ പോലെ കുറച്ചുകൂടെ? അല്ല, അവളും ശ്രീനെ പോലെ റിസർവ്ഡ് ആണ്. പക്ഷെ എൻ്റെ അടുത്ത് നമ്മളല്ലേ, എന്നെ സംബന്ധിച്ച് they both are very very friendly and very talkative എൻ്റെ അടുത്ത്. പക്ഷെ ചിലപ്പോൾ പുറം ലോകത്തിന് വേണ്ടി ചിലപ്പോൾ അവർ റിസർവ്ഡ് ആവും. പക്ഷെ അവർ കുറച്ചും കൂടി ഷൈ ആണ്. അത്ര ആൾക്കാർ അങ്ങനെ ഫ്രണ്ട്ലി ആൾക്കാരല്ല. അതെ. മോളുടെ കാര്യം പറഞ്ഞപ്പോൾ 2013 നിങ്ങൾ കൈരളിക്ക് വേണ്ടിയിട്ട് ഒരു ഷൂട്ട് ചെയ്ത് ഓണം തന്നെ. അപ്പൊ അവള് ഞാൻ കാണുന്നു ആ വീഡിയോ നോക്കുമ്പോഴത്തേക്ക് വളരെ കുഞ്ഞു ചേച്ചി ഒരു പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് അവളുടെ സ്റ്റിൽ ഫേവറേറ്റ് സോങ്? ഇല്ല, ഇപ്പൊ പാട്ട് പാടുമ്പോ അവള് ഒറ്റ ഓട്ടാണ്. അത് അങ്ങനെയാണല്ലോ. ബിക്കോസ് അവളെ സംബന്ധിച്ച് ഇറ്റ്സ് ലൈക്ക് യുനോ, സോ ഷീസ് മോർ ഒരു, എൻ്റെ മോളാണെങ്കിലും നമ്മൾ അവളെ വളർത്തിയത് ഒരു മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന നിലയിലാണ്. അവളിപ്പോൾ 13 ആയിട്ടില്ലെങ്കിലും പ്രീ ടീൻ്റെ എല്ലാ സ്വഭാവങ്ങളുണ്ട്. ആൻഡ് യെറ്റ് ഐ തിങ്ക് ഷീസ് ലൈക്ക് എ ഫ്രണ്ട്, മോർ ഓഫ് എ ഫ്രണ്ട്. യാ. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഒരു അമ്മ എന്ന് പറയുന്ന ആ ഒരു ടെൻഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ ടീനേജേഴ്സിലോട്ട് പോകുന്ന സമയങ്ങളിൽ? എനിക്ക് ഹൈപ്പർ മദർ, നല്ല സ്ട്രിക്റ്റും ഹൈപ്പർ മദറാണ് ഞാൻ തന്നെയാണ്. ബിക്കോസ് ശ്രീന് ഒരു കാര്യം വഷളാക്കാണ് മോളെ. എല്ലാത്തിനും അപ്പൊ അച്ഛനെ സോപ്പിട്ടായിരിക്കും പെർമിഷൻ എടുക്കുന്നത്. അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയാണ്. ഒരാളെങ്കിലും സ്ട്രിക്റ്റ് ആവണ്ടേ? ഒരാൾ ഗുഡ് കോപ്പ്, ഒരാൾ ബാഡ് കോപ്പ്. അപ്പൊ ഞാൻ ബാഡ് കോപ്പാണ്. അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഐ ആം അക്സെപ്റ്റിംഗ്. ബിക്കോസ് അങ്ങനെ എന്താ പറയുക, യു നോ ദർ ഇസ് എൻ ഏജ്. ഒരു ഏജ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ ഹാവ് ടു ബി എ ന്യൂട്രൽ കോപ്പ്. അന്ന് ന്യൂട്രൽ ആവാം. ഇന്ന് ഐ ഹാവ് ടു ബി
കുറച്ച് സ്ട്രിക്റ്റ് ആവണം. ചേച്ചിനെ നമ്മൾ കാണുമ്പോഴേക്ക് എല്ലാം ചേച്ചി അങ്ങനെ ബാധിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മട്ടിൽ വിടുന്നതായിട്ടാണ് കാണുന്നത്. ബട്ട് റീസെൻ്റ്ലി ഒരു കേസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പോൾ ചേച്ചി കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് അതിന് ഓപ്പോസിറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. അതെന്തേലും ആ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് നിന്നില്ല. ആ ഒരു സമയത്ത് ചേച്ചി അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഒരു ടീനേജ് ഗേളിൻ്റെ മദർ കൂടെ ആയതുകൊണ്ടുകൂടെയാണോ? അല്ല, ഒരു അമ്മ എന്ന നിലയിൽ അവർ ഇട്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ പോക്സോ കേസാണ്. സോ അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഓൺ വാട്ട് ബേസിസ്? ഓക്കെ, അപ്പോൾ ആസ് എ മദർ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഷാറ്റർ ചെയ്തു. ആൻഡ് ബട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഐ തിങ്ക് ഐ സ്പോക്ക് ടു മെനി പീപ്പിൾ. പിന്നെ ശ്രീൻ്റെ ഒരു പ്യുവർ സ്ട്രോങ് സപ്പോർട്ട്. ഞാൻ ഫൈറ്റ് ചെയ്യും എന്നുള്ള ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉറപ്പായിരുന്നു. ഐ വിൽ ഫൈറ്റ് 100%. മോൾക്കൊക്കെ ഇതിങ്ങനത്തെ ന്യൂസ് ഒക്കെ കാണുമ്പോൾ കൊച്ചല്ലേ, അവൾക്കും ഫീൽ ആവും. ഞാൻ മോളോട് ബിക്കോസ് എനിക്ക് പേടിയുണ്ടായിരുന്നു. അവളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആരെങ്കിലും അവളോട് എടുത്ത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്കത് ഭയങ്കര ഡിസ്റ്റർബ് ആവും. പക്ഷെ ഞാൻ അവളോട് സംസാരിക്കാൻ, അവളെ സംബന്ധിച്ച് അവളുടെ അമ്മ ഒരു സൂപ്പർ വുമനാണ്. അപ്പൊ അവളോട് എന്ത് പറഞ്ഞാലും അവൾ കേൾക്കൂല. അപ്പൊ ഞാൻ അമ്മക്ക് ഇങ്ങനെ നോ അമ്മ, യു ക്യാൻ ഡു ദാറ്റ്, മൈ മമ്മ എന്നൊക്കെ പറയും. അവൾക്ക് അമ്മ സൂപ്പർ വുമൻ ആണ്. അവളുടെ അച്ഛനും ഞാനും സൂപ്പർമാൻ, സൂപ്പർ വുമൻ. നമ്മൾക്ക് മോളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് അവള് ജനിച്ച് വീണപ്പോൾ മുതൽ എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ചേച്ചിയുടെ ഡെലിവറി ടൈമിൽ അന്ന് എല്ലാവരും ഭയങ്കര അത് കുറേ പേര് അത് ചർച്ചാ വിഷയമാക്കി, കുറേ പേരെന്നാ ഇത് മാതൃത്വം മനസ്സിലാക്കി. ബട്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് എന്താ പറയുക ഇതേപോലെ അവരുടെ ഡെലിവറി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും അപ്പം ആളുകൾ കമന്റ് വിടുന്നുണ്ട്, അന്ന് ശ്വേതാ മേനോനാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്. അന്ന് ചേച്ചിക്ക് ഇതിനുള്ള ഒരു കറേജ് എവിടെ നിന്നാണ് കിട്ടിയത്? കറേജ് പ്രസവിക്കുമ്പോൾ ഒന്നും കറേജ് ഓട്ടോമാറ്റിക്കലി വന്നു പോകും. അല്ല, ഇത് ഇങ്ങനെ അപ്പ് ചെയ്യാം. ലൈക്ക് ആ സമയത്ത് ഇത്രയും ആളുകൾ പ്രോഗ്രസീവ് അല്ല ആരും ഇങ്ങനെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ചുകൂടി എക്സ്പ്രസീവ് ആളാണ്. ഞാനൊന്നും ആലോചിച്ചിട്ടല്ല. അപ്പം ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ കാമസൂത്ര ആഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഇന്ന് അവർ ചർച്ച ചെയ്യണ അല്ലാതെ ഇന്ന് ആൾക്കാർ ഇടുന്ന ഡ്രസ്സസ് എല്ലാം ഞാൻ അന്ന് ഇട്ട് കഴിഞ്ഞു. സോ ഇറ്റ്സ് ലൈക്ക് മേ ബി എനിക്ക് ദൈവാദിനം എനിക്ക് ഒരു ഡെക്കേഡ് മുമ്പ് തന്നെ ഞാൻ എല്ലാം ചെയ്ത് തീർക്കുകയാണ്. ടൈം ട്രാവലർ ആണോ പക്ഷേ കോൺസ്റ്റന്റ് തിങ് ഈസ് നമ്മുടെ മലയാളികൾ അല്ലെ നമ്മുടെ പ്രേക്ഷകർ എനിക്ക് തന്ന ഒരു സ്നേഹം, കോൺഫിഡൻസ്, സപ്പോർട്ട്, ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ ഞാൻ പറയണം. മലയാളികൾ തന്ന എനിക്കൊരു സപ്പോർട്ട്, ദാറ്റ് ഈസ് സംതിങ് വിച്ച് എത്ര നന്ദി പറഞ്ഞാലും അത് മാറ്റാൻ പറ്റില്ല. ദാറ്റ്സ് സംതിങ് ഗ്രാറ്റിഫിക്കേഷൻ മലയാളികൾ തരുന്ന ആ ഒരു. ബിക്കോസ് എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർ തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്തോ ഇഷ്ടമാണ് എന്താണെന്നറിയില്ല അല്ലേ. അപ്പോൾ ചേച്ചിക്കും മലയാളികളെ അതേപോലെ ഇഷ്ടമാണ് അല്ലേ? പിന്നെ പ്രൗഡ് മലയാളി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചേച്ചി ഒരുപാട് ഭാഷകളിലുള്ള മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ലാംഗ്വേജിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, മൂവീസ് വരുമ്പോൾ മറ്റ് ഭാഷകൾ ഇപ്പോൾ ഒരു ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും ഏത് ഭാഷകളും കൈകാര്യം ചെയ്യുമ്പോഴേക്ക് അത്രയും എന്താ പറയുക ആ ഒരു ലാംഗ്വേജിനെ അവർ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ അത്ര പ്യുവറായിട്ട് കാണിക്കുന്നത് കാണാം. നമ്മുടെ ഇപ്പോൾ ഗോദയാണെങ്കിലും ഏതൊരു മൂവിയിലാണെങ്കിലും. ബട്ട് ഇപ്പോൾ റീസെൻ്റ് നമ്മൾ കുറച്ച് ഹിന്ദി മൂവീസും ഒക്കെ കാണുന്ന സമയത്ത് അതിൽ നമ്മുടെ മലയാളം ലാംഗ്വേജ് അവർ ജസ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി ഒക്കെ ചെയ്യുന്ന പോലെ. ഇപ്പോൾ ഈ രണ്ട് ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്തിട്ടുള്ള ആളെന്ന നിലയിൽ ചേച്ചിക്ക് ഇത് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യാറ്? ഇപ്പോൾ എന്താ അറിയോ, എല്ലാവരും തൊട്ടാവാടിയായിപ്പോയി. എല്ലാവരും ഭയങ്കര റിയാക്റ്റീവായിപ്പോയി. കുറേ വർഷങ്ങളായിട്ട് സൗത്ത് ഇന്ത്യൻസിനെ ഇങ്ങനെ അത് വേണമെങ്കിൽ രണ്ട് സൈഡ് നമ്മളെ കളിയാക്കുകയാണ്, അല്ലാതെ നമ്മളെ നമുക്കൊരു സ്വന്തമായ ഒരു വ്യക്തിത്വം ഇല്ലായ്മ എന്നുള്ള രീതിയിൽ ആൾക്കാർ കാണിക്കുന്നു എന്നും പറയാം. ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ എനി വേ. ഞാൻ സിനിമ രീതിയിൽ മാത്രമേ കരുതുള്ളൂ. അല്ലാതെ ആൾക്കാർ ഞാൻ ആ ക്യാരക്ടർ ഡയറക്ടർ എന്ത് പറയുന്ന അതല്ലേ ആർട്ടിസ്റ്റ് ചെയ്യാം അല്ലേ? അവര് ഒബ്വിയസ്ലി അവർ വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയാണ് ആ ക്യാരക്ടറിന്. നിങ്ങളിപ്പോൾ എനിക്കറിയാം നിങ്ങൾ ജാൻവിന്റെ ആ സിനിമേന്റെ പറ്റിയാണ് ഈ കോൺട്രവേഴ്സി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദേ ഷുഡ് നോ ദാറ്റ് അങ്ങനെയല്ല സൗത്ത് ഇന്ത്യൻസ് സംസാരിക്കുക. അത് അറിയണം. ദാറ്റ് ഈസ് ഗുഡ്. ദാറ്റ് സൗത്ത് ഇന്ത്യൻസ്
എല്ലാ ലാംഗ്വേജസ് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എല്ലാ സൗത്ത് ഇന്ത്യൻസും. അപ്പോൾ അത് they should stop. നമ്മൾ പക്ഷെ കുറച്ച് മറ്റു ലാംഗ്വേജ് നമ്മുടെ ഫിലിം മേക്കേഴ്സ് കുറച്ചുകൂടെ അത് അഡാപ്റ്റ് ചെയ്ത് നല്ലപോലെ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന പോലെയും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ മലയാളം സിനിമയിൽ ഹിന്ദി സംസാരിക്കുമ്പോൾ ഒരു മലയാളം ആക്സെന്റ് ഉണ്ടല്ലോ. മേ ബി അവർക്ക് ചിലപ്പോൾ അത് കാണുമ്പോഴും ഇതേപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. സോ ഐ ഡോണ്ട് ടേക്ക് ഇറ്റ്. അതാ ഞാൻ പറഞ്ഞത്, അത്ര നമ്മൾ തൊട്ടാവാടി ആവാതെ ഇരിക്കുക അത്രയും നല്ലത്. അപ്പൊ നമ്മുടെ മലയാള സിനിമയിലെ 2 ബിഗ് പില്ലേഴ്സ് ആണ് മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ. അപ്പോൾ ബിഗ് എംസ്. അപ്പൊ ഇവര് രണ്ടാളെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ചേച്ചിയുടെ മനസ്സിലോട്ട് വരുന്ന എന്ത് കാര്യമാണ്? മമ്മൂക്ക എന്ന് പറഞ്ഞാല് എൻ്റെ ആദ്യത്തെ സിനിമ അനശ്വരം, ആദ്യത്തെ ഹീറോ, ആദ്യത്തെ റൊമാൻറ്റിക് ഹീറോ ഏത് രീതിയിലാണെങ്കിലും. സോ ഒബ്വിയസ്ലി ഇമോഷണലി ഐ എം വെരി നോസ്റ്റാൾജിക്, ഐ എം വെരി കണക്റ്റഡ് വിത്ത് ഹിം. ആൻഡ് പിന്നെ ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടുന്നതും മൂപ്പര് കൂടെ അഭിനയിച്ച പാലേരി മാണിക്യം. അപ്പോൾ സോ ഹീസ് ഓഫ് കോഴ്സ് ക്ലോസ് ടു മീ. പിന്നെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഐ നോ ഹിം ഫ്രം ബിഫോർ മൂവീസ്. അപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഗുഡ് ഫുഡ് ആൻഡ് ഫൺ, പിന്നെ എന്താ ഗുഡ് ഫുഡ് എന്ത് കഴിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി, അവിടെ അതിൻ്റെ വെറൈറ്റി ഉണ്ടാവും. സോ മൂപ്പരോട് ഞാൻ ഷോസ് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ്റെ കൂടെ, ഒബ്വിയസ്ലി സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്മയിൽ വരുമ്പോൾ എല്ലാം ഓഹോ ചില സമയത്ത് വരും മൂപ്പര് ആ ഫുഡിനെ പറ്റി ഒരു സംസാരമുണ്ട്. അത് കേട്ടാൽ അപ്പം വിശന്നിട്ട് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഒരു ഫീല് വരും. അങ്ങനെ കൊതിപ്പിച്ച് പറയുന്നത്. ഇപ്പൊ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞല്ലോ, ഫസ്റ്റ് റൊമാൻറ്റിക് ഹീറോ ആണെന്ന്. അപ്പൊ അത്രയും ആ സ്റ്റാർട്ടിങ് സമയത്ത് മമ്മൂക്ക ഓൾറെഡി എല്ലാവരുടെയും മറ്റേ ഇന്ന് ഞാൻ പറഞ്ഞു, അന്ന് എനിക്ക് ഒരു ബോധരേഷൊന്നും അന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കര, ഞാൻ ഒബ്വിയസ്ലി സ്കൂൾ കുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ മമ്മൂക്കോട് പറഞ്ഞു, മമ്മൂക്ക ഓരോ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് 5 സ്റ്റാർ വേണം. അപ്പോൾ 5 സ്റ്റാർ മൂപ്പര് മറ്റേ ഒരു പാക്കറ്റ് 5 rupees-ന്റെ 5 സ്റ്റാർ ഉണ്ടായിരുന്നു അന്ന്, അത് തരും, ഞാൻ ഡയലോഗ് പറയും. സോ ഇന്ന് ഞാൻ പറയാണ് ഐ ആം സോ ഹാപ്പി ആൻഡ് സോ പ്രിവിലേജ്ഡ്. ഈ പ്രിവിലേജ് അന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു, അതിന് ഇമ്പോർട്ടൻസ് അറിയില്ല. അന്നൊന്നും നമ്മൾ അത്രയും ഒരു സീരിയസ് ആയിട്ട് ഓക്കെ 50,000 rupees സാലറി ആണ്. സോ ഐ വാസ് മോർ ഹാപ്പി അബൌട്ട് 50,000. എൻ്റെ കസിൻസിൻ്റെ കൂടെ ഞാൻ ഇത് ചെയ്യും, അല്ലാതെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യും, അങ്ങനെയൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ചേച്ചി പറഞ്ഞിരുന്നു, ഇപ്പൊ അമ്മ പ്രസിഡന്റ് ആയിട്ടും ചേച്ചിക്ക് ഓണം എന്നൊക്കെ പറയുമ്പോൾ ഫാമിലി, ബട്ട് സ്റ്റിൽ അവിടെയും ഓണം പ്രോഗ്രാംസും കോർഡിനേഷൻസും എല്ലാം ആയിട്ട് അങ്ങനെയും കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ മന്ത്. അമ്മയിൽ ഈ പ്രാവശ്യം നമ്മളിപ്പോൾ ജസ്റ്റ് വന്ന് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ പ്രാവശ്യം ഓണം കിറ്റ് ഒരു എക്സ്പ്രസ് ചെയ്തിട്ടില്ല, എല്ലാവർക്കും ഓണം കിറ്റ് കൊടുക്കും. അതല്ലാതെ നമ്മളിപ്പോൾ തൽക്കാലത്ത് നമ്മൾ എല്ലാവരും കുറേ അക്കൗണ്ട്സും കുറേ പേപ്പർ വർക്ക്സ് അതൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇപ്പോൾ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് സീസൺസിൽ ഏത് ബിഗ് ബോസ് വന്നാലും നിങ്ങളുടെ ഫസ്റ്റ് സീസണിലെ കുറച്ച് കണ്ടസ്റ്റൻസിന് എല്ലാവരും ഇങ്ങനെ എടുത്ത് പറയാറുണ്ട്, ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറില്ല. ബിക്കോസ് സമയം കിട്ടാറില്ല. അത് ഐ എം വെരി പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ബിഗ് ബോസ്. നല്ലൊരു ഷോ ആണ്, പക്ഷേ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ കണ്ടസ്റ്റൻസ്. അപ്പോൾ ഇറ്റ്സ് എ നൈസ്, എന്നെ സംബന്ധിച്ച് അതൊരു ഒരു കഥാസിസ് പോലെയായിരുന്നു. ഐ ടുക്ക് ഇറ്റ് ആസ് എ ഗുഡ് മെഡിറ്റേഷൻ. അപ്പം എന്താ ചേച്ചി ഒരുപാട് തിരക്കുകളുള്ള നല്ല പേരുകൾ കിട്ടി, മൊട്ടക്കള്ളി. എല്ലാ വർഷവും ഒരു കള്ളി ഉണ്ടാവും അവിടെ, എപ്പോഴും പറയും കള്ളിയുണ്ട്, കള്ളനുണ്ട്, ഓരോരുത്തർക്കും ഓരോ പേരുകളാണ്. സത്യം എന്താണെന്ന് കണ്ടസ്റ്റൻസിന് മാത്രമേ അറിയുള്ളൂ, യുനോ. അതാണ് ബിക്കോസ് 24 hours നടക്കണ. ഇപ്പം എനിക്കറിയാം, എനിക്ക് വേണമെങ്കിൽ ഇരുന്ന് കുറെ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ സീസണിൽ ലൈവും ഇല്ലായിരുന്നു? ലൈവ് ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇറ്റ്സ് വെരി ഈസി ടു സേ ദാറ്റ് ഇങ്ങനെയാണ്, പക്ഷെ അതിന്റെ പിന്നിൽ എന്താ നടന്നതെന്ന് ആർക്കും അറിയില്ല. സോ യാ, എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ആലോചിക്കും, ഇത് നിസ്സാര കാര്യത്തിനൊക്കെ എന്തിനാ വഴക്കിടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഔട്ടായ കണ്ടസ്റ്റന്റ് പറയുന്നത് കേട്ടു, അത് നമ്മൾ അവിടെ ഓൾറെഡി വിശന്നിരിക്കുകയായിരിക്കും, പല രീതിയിലുള്ള സ്ട്രെസ്, അപ്പോൾ ഒരാള് വന്ന് എന്താന്ന് ചോദിച്ചാൽ പോലും ദേഷ്യം വരുന്നത്. അങ്ങനെ നമ്മൾ അത്രയും ഒരു ഭയങ്കര സെൻസിറ്റീവ് ആവും. ചേച്ചി അതുപോലെ ഫേസ് ഒക്കെ മറന്നു പോകും എന്നൊക്കെ ചില കണ്ടസ്റ്റൻസ് പറയുന്നത് കേട്ടു. അതായത് നമ്മുടെ ബന്ധുക്കളുടെ, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഒക്കെ മുഖം ചിലർ മറന്നു പോകുന്നു കുറേ ദിവസം കഴിയുമ്പോൾ, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. ഫേസ് എങ്ങനെയാന്ന് ഓർക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു.
കയറില്ല. എനിക്ക് മൊബൈൽ മറന്നുപോയി ഇതുണ്ട്. ഒരു മാസം എടുത്തു എനിക്ക് ആ. മൊബൈൽ എല്ലാം പിടിച്ച് നടക്കാനായിട്ട്. നമുക്കത് നമുക്ക് ഈ ഹലോ എന്തെങ്കിലും ഇടണം എന്നുള്ള ആ ഈ ഒരു സാധനം മൈക്ക് ഇടണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ചേച്ചി ഒത്തിരി തിരക്കുള്ള ആളാണ്. എന്നാലും അവരിങ്ങനെ പറയാറുണ്ട് ഇതുപോലെ അൾട്ടിമേറ്റ് വരുമ്പോൾ നേരത്തെ സീനിയർ കണ്ടസ്റ്റൻസിനെയൊക്കെ കൊണ്ടുവരും. ഇൻ കേസ് എപ്പോഴെങ്കിലും ഒരു ഫ്യൂ ഡേയ്സിനെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ഇനി പോവോ? ഞാൻ ലാസ്റ്റ് ഇയർ പോയില്ലേ? അല്ലാണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് ലാസ്റ്റ് ഇയർ 4 ദിവസം പോയല്ലോ. പോയി നിന്നു 4 ദിവസം ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട്, അത് ചലഞ്ചർ ആയിട്ടല്ലേ പോയത്, അല്ലാതെ കണ്ടസ്റ്റന്റ് ആയിട്ടൊക്കെ പോവാൻ. ഓ why say no? Why say no? Work and get money. മണിയുടെ കാര്യം പറഞ്ഞപ്പോ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ആയോ? ഇല്ല, ഞാൻ എല്ലാ തവണ കാണുമ്പോഴും യൂട്യൂബ് എനിക്ക് യൂട്യൂബ് ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ ആരോ പറഞ്ഞു, എനിക്ക് ഇന്ന് വരെ ഒന്നും കിട്ടിയിട്ടില്ല. ചിലപ്പോ എന്റെ 2 million ഉണ്ടാവും, ചിലപ്പോ 1.9 ആവും. എനിക്കൊന്നും അറിയില്ല ഇത് എന്താ നടക്കുന്നത്. അപ്പൊ എന്തായാലും ചേച്ചി ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്കിപ്പോ സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഒരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നന്നായിട്ട് ഹെൽത്തി സദ്യ ഫാമിലിന്റെ കൂടെ ആസ്വദിച്ച് നല്ല എന്താ പറയാ ഹെൽത്തി ആയിട്ട് കുറച്ച് ഓക്കെ കുറച്ച് ഓണം നെയ്യൊക്കെ ഒഴിച്ച്. നെയ്യ് നന്നായി വെക്കാം. നെയ്യ് നല്ലതാ, അതെ ഗുഡ് ഫാറ്റ് എന്നല്ലേ പറയുന്നത്? എനിക്ക് അതറിയില്ല. നെയ്യ് നന്നായി കഴിക്കണം. നെയ്യും വെളിച്ചെണ്ണ എല്ലാം കഴിക്കണം. നമ്മൾ മലയാളികളാ. Why say no? Enjoy. ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.